അവേട്ടാ പൂരങ്ങളൊക്കെ കൊടിയിറങ്ങാറായില്ലേ? നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് മുമ്പ് ഇനി വല്ല പൂരണ്ടാ? തൃശ്ശൂർ പൂരത്തിന് മുമ്പ് പൂരണ്ടോന്നാ? ഇത് നമ്മുടെ നമ്പോർക്കാവിൽ എന്തുട്ടടി പരിപാടികളെ? പരിപാടി ഏപ്രിൽ 12-ാം തീയതിയാണ് നമ്മുടെ കൊടിയാറ്റം. കൊടിയാറ്റത്തിന് അന്ന് 7 മണിക്ക് കമ്പ് കെട്ട്. എന്നിട്ട് കമ്പ് കെട്ടെന്നറിയോ? ഈ കമ്പൊക്കെ എത്തി അത് തിരികെ എത്തിച്ച് ഇങ്ങനെ ചുറ്റുന്നൊരു സംഭവമാണ്. അത് നമ്മുടെ തെക്കൻ കേരളത്തിൽ മാത്രം കാണുന്ന സംഭവം. അതിപ്പോൾ അതേ തൃശ്ശൂർക്ക് വരിക. അത് നമ്മുടെ നമ്പോർക്കാവിൽ. പിന്നെ 12 കഴിഞ്ഞ 13, 14 അത് ഞാൻ പറയില്ലേ, നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഡാൻസ് അല്ലേ? അതല്ല അടിപൊളി ഡാൻസ്. ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ പഠിച്ച പിള്ളേരാണ് ഡാൻസ് കളിക്കാൻ വരുന്നത്. പൊന്നേ. പിന്നെ 15-ാം തീയതി വിഷുവിൻ്റെ അന്ന് എല്ലാവരും വിഷു ഒക്കെ കൂടിയിട്ട് 7 മണിക്ക് ഇങ്ങോട്ട് പോരട്ടാ. അന്നാണ് നമ്മുടെ വീരനാട്യത്തിൻ്റെ താരരാജ്ഞിമാരായ ആലിംഗൽ അമ്മയുടെ ഡാൻസ് പ്രോഗ്രാം. മിസ് ചെയ്യാൻ പറ്റാത്ത ഐറ്റാട്ടാ, പൊള്ളി സാധനം. 16-ാം തീയതി തോൽപ്പാവ് കൂത്തും കൂടി ഉണ്ട്. 17-ാം തീയതി തൊട്ടാന്നറിയോ? രാവിലെ തൊട്ട് ആനച്ചമയം, പിന്നെ ഇരട്ടത്തായ്മ. പിന്നെ 18-ാം തീയതി ആട്ടാ നമ്മുടെ മെയിൻ പ്രോഗ്രാമായ ഭരണി. അന്ന് 7 ആനപ്പൂരം. അത് നമ്മുടെ തെടം പറ്റുന്നത് പാമ്പാടി രാജൻ. പിന്നെ 1 മണി തൊട്ട് 4 മണി വരെ ചോറ്റാനിക്കര വിജയമാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദി. 4 മണി തൊട്ട് 6 മണി വരെ ചേരനല്ലൂർ ശങ്കരൻകുട്ടിമാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം. രാത്രി 7 മണിക്ക് വെടിക്കെട്ടും 7:30 ഗാനമേളി. വൈകുന്നേരം 10 മണിക്ക് ഇരട്ടത്തായ്മ ഉണ്ടാവും. 19-ാം തീയതി ആട്ടാ നമ്മുടെ കാർത്തികേയല വരണേ. അന്നത്തെ ദിവസം നമ്മുടെ ഭൂതംകളിയും കാളകളിയും അയവർകളിയൊക്കെ വരുന്നത്. പിന്നെ പാലത്തറമേളം ഉണ്ടല്ലോ. പിന്നെ 12 തൊട്ട് 19 വരെ ഒരു മിനി എക്സിബിഷനും കൂടെ നമ്പോർക്കാവിലുണ്ട്. ജെയിൻ വീലും അമ്യൂസ്മെന്റും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ചേർത്തിട്ടുള്ള ഒരു ചെറിയ എക്സിബിഷൻ. അപ്പൊ 12-ാം തീയതി തൊട്ട് 19-ാം തീയതി വരെ ആരും മറക്കല്ലേ, നമ്പോർക്കാവിലേക്ക് വന്നോളാം. നമ്പോർക്കാവിൽ വെച്ച് കാണാം കേട്ടാ.